ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനേഷ് നിലമ്പൂരാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിയുടെ വീഡിയോ ആണ് കേട്ടോ. സെറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു മോഡലാണ് ഈ സെറ്റി. ഇത് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ബാംഗ്ലൂർ സജിസാറിന് വേണ്ടിയിട്ടാണ്. സജിസാർ നമ്മുടെ രതീഷ് മാർഗാണ്, എൻ്റെ ഫ്രണ്ടായ രതീഷ് മാർഗാണ് നമുക്ക് ഈ സജിസാറിന് സെറ്റ് ഫർണിച്ചർ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതിനാദ്യം തന്നെ രതീഷിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റി. സെറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിലമ്പൂര് ഫോറസ്റ്റ് തേക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫോറസ്റ്റ് തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലമ്പൂർ കൂപ്പ് തേക്കല്ല, നിലമ്പൂർ ഫോറസ്റ്റ് തേക്കിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല ആളുകളും വീഡിയോ കാണുന്ന സമയത്ത് ഇതേ മോഡല് സെറ്റിക്ക് എത്രയാണ് റേറ്റ്, ഇത് 3 സീറ്റ് ആണല്ലോ 2 സീറ്റ് ആണല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 12 അടി നീളവും 9 അടി വീതിയുള്ള സ്ഥലത്തേക്കാണ് നമ്മളിത് നീളവും വീതി കൂട്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കോർണർ നമ്മൾ ഇതുമ്പോൾ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ അളവ് ചിലപ്പോൾ 9.6 ആവും, അല്ലെങ്കിൽ പല പല അളവായിരിക്കും നിങ്ങളത്. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഒരു വില ഇത് നിങ്ങളോട് പറയാൻ കഴിയില്ല. സെറ്റിയുടെ വില പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങളെ വീട്ടിലെ നിങ്ങളുടെ സ്പേസിനനുസരിച്ചാണ് സെറ്റിയുടെ വില കേട്ടോ. അപ്പോഴേ നമ്മൾ ഈ സെറ്റിയുടെ കുഷ്യൻ അടിക്കാൻ നമുക്ക് ചെലവ് വന്നതേ 30,000 രൂപ ചെലവാട്ടോ. അപ്പൊ നിങ്ങൾ പറയും 30,000 രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു സെറ്റ് തന്നെ കിട്ടുന്നത്. ഇങ്ങനത്തെ സെറ്റ് കിട്ടൂല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 21 അടിയോളം നീളം വരുന്നുണ്ട് സെറ്റ്. കറക്റ്റ് ടോട്ടൽ അളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21 അടിയാണ്. അപ്പൊ നമ്മളിത് 40 ഡെൻസിറ്റി ഉള്ള 4 ഇഞ്ചിന്റെ ഫോമിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 4 ഇഞ്ചിന്റെ ഫോമിൽ 1 ഇഞ്ചിന്റെ സോഫ്റ്റ് ഫോം ഇട്ടിട്ടാണ് ഇതിന്റെ സീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതും അതേപോലെ തന്നെ 3 ഇഞ്ചിന്റെ 40 ഡെൻസിറ്റി ഉള്ള ഫോമുമേ നമ്മൾ 1 ഇഞ്ചിന്റെ സോഫ്റ്റ് ഫോം ഇട്ടിട്ടാണ് ഇതും ചെയ്തിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ ഇതിന്റെ അതായത് പ്ലൈവുഡ്, ഇതിന്റെ ഫോം, ഇതിന്റെ തുണി, ക്വാളിറ്റി ഉള്ള തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് 30,000 രൂപ നമ്മൾ കറക്റ്റ് കണക്ക് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 30,000 രൂപ പണിക്കൂലി അടക്കം ഇതിന് കുഷ്യൻ അടിക്കാൻ മാത്രം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഏകദേശം വില നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളെ വീട്ടിൽ ചിലപ്പോൾ ഇത്ര സ്പേസ് ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ സെറ്റിയുടെ വിലയും കുറച്ച് കുറയും കേട്ടോ. പല ആളുകളും ചോദിക്കാറുണ്ട്, അതായത് കമന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, എന്ത് സെറ്റിക്ക് എത്രയാണ് വില, ഈ സെറ്റിക്ക് എത്രയാണ് വില, ഇത് 3 സീറ്റ് അല്ലേ, ഇത് 4 സീറ്റ് അല്ലേ, അങ്ങനെയാണ് ചോദിക്കാറ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, നമ്മൾ അവിടെ വന്ന അളവ് എടുത്ത് അല്ലെങ്കിൽ അവിടുത്തെ അളവ് നിങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ ആ അളവിനനുസരിച്ചാണ് എത്ര ഫോം വേണം, എത്ര മരം വേണം, അങ്ങനെ പണിക്കൂലി എത്ര വരും എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയിട്ടാണ് സെറ്റിയുടെ വില പറയാ. അപ്പൊ നമ്മളെ സെറ്റി ഈ കടയിൽ കിട്ടുന്ന സെറ്റി നമ്മൾ നിങ്ങൾ താരതമ്യം ചെയ്യരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാധനത്തിന് ഒരിക്കലും കുറഞ്ഞ വിലക്ക് നല്ല സാധനം കിട്ടൂല. നല്ല സാധനത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില തന്നെ വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ സെറ്റിയുടെ ഒപ്പം തന്നെയുള്ള ടീപ്പോയി ആണിത്. ഈ ടീപ്പോയിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് നമ്മൾ ഇപ്പോൾ നിലവിൽ മഴ ഇല്ലാത്ത സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ സെറ്റി കാണാം. അതിൽ ഗ്ലാസും കൂടി ഇട്ടിട്ടുള്ള ടീപ്പോയി, ഇതേപോലത്തെ ടീപ്പോയി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ നിങ്ങൾ ഉണ്ടാക്കിയ മോഡൽ തന്നെ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കരുത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കസ്റ്റമറുടെ ആഗ്രഹം എന്താണോ, അത് നിർദ്ദേശം എന്താണോ, അവർക്ക് ഏത് മോഡലാണ് വേണ്ടത് വെച്ചാൽ ആ മോഡലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റിയുടെ മോഡൽ ഉണ്ടോ ചോദിക്കുമ്പോൾ ആ മോഡൽ ഈ നമ്മുടെ അടുത്തുള്ള മോഡലൊക്കെ അയച്ചു തരും. നിങ്ങൾക്ക് പിൻട്രസ്റ്റ് പോലുള്ള ആപ്പിൽ പല മോഡൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഏത് സെറ്റി ആണെങ്കിൽ സെറ്റി, ഡോറാണെങ്കിൽ ഡോറ്, ഫർണിച്ചർ എന്തും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിൻട്രസ്റ്റ് ആപ്പ് നിങ്ങൾക്ക് മറ്റേ അതിന്റെ മോഡൽസ് മൊത്തം കിട്ടും. അപ്പൊ നമ്മളെ ആ മോഡൽസ് ഒക്കെ നിങ്ങൾ നമ്മളേക്ക് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ മോഡൽ അത് നമ്മൾ ഉണ്ടാക്കി തരും. നിങ്ങളുടെ അളവിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. നിങ്ങൾക്ക് കൂപ്പ് തേക്കന്നെ വേണമെന്നുണ്ടെങ്കിൽ കൂപ്പ് തേക്കില്, നാടൻ തേക്ക് വേണമെങ്കിൽ നാടൻ തേക്കില്, ഫോറസ്റ്റ് തേക്കിന്റെ ഇനത്തിലാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് തേക്കിന്റെ ഇനത്തിൽ, അങ്ങനെ പല വിലയ്ക്കും നമ്മൾ സാധനം ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് മീഡിയം കണ്ടീഷൻ സാധനമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന്റെ വില കുറയും. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഫോമിന്റെ തിക്നെസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വില കുറയും. അപ്പോൾ ഒരു സെറ്റിയും മറ്റൊരു സെറ്റിയും തമ്മിൽ നിങ്ങൾ ഒരിക്കലും താരതമ്യപ്പെടുത്തുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെറ്റി ആണെങ്കിൽ സെറ്റി, അല്ലെങ്കിൽ കട്ടില്, അലമാര, എന്ത് വേണമെങ്കിലും ഫർണിച്ചറിന്റെ കീഴിൽ എന്തുണ്ടെങ്കിലും അല്ലെങ്കിൽ ആശാരിപ്പണിയുടെ കീഴിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ഓർഡർ തന്നോളി. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ പോളിഷ് ചെയ്യണതിന് മുന്നേ വീഡിയോ എടുത്തിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ നിർബന്ധമുള്ള കസ്റ്റമർ, ഇവിടെ എത്തിപ്പെടാനുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പോളിഷ് ചെയ്യണതിന് മുന്നേ എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഓർഡർ തന്നതിന് ശേഷം വന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ സ്ഥാപനം സ്ഥിതി ചെയ്യണത് നിലമ്പൂര് പോത്തുകല്ല് ഞെട്ടിക്കുളത്താണ് നമ്മളെ സ്ഥാപനം സ്ഥിതി ചെയ്യണത്. ഇങ്ങോട്ട് വരാൻ ഗൂഗിൾ മാപ്പിൽ ഗോൾഡൻ വുഡ് ഫർണിച്ചർ ഞെട്ടിക്കുളം നടിച്ചാൽ ഞെട്ടിക്കുളം നടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫർണിച്ചറിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതായിരിക്കും. എന്ത് ചെറിയ ഓർഡർ ആണെങ്കിലും ഈ നമ്പർ ഒന്ന് സേവ് ചെയ്യും. സ്ക്രീനിൽ കാണുന്ന നമ്പർ ഒന്ന് സേവ് ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.